ഹായ് ഓൾ, വെൽക്കം ടു പ്രണവ് സിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോണത് വിക്രം എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു കഥാപാത്രം അതെന്താണ് അതിനെപ്പറ്റിയുള്ള കാര്യമാണ് പറയാൻ വേണ്ടി പോണത്. അതായത് വിക്രം സിനിമ ഇറങ്ങിയത് 2022 ജൂൺ 3 പടം റിലീസ് ചെയ്ത കമൽഹാസൻ, വിജയ് സേതുപതി, ഫഹദ് ഫാസിൽ, സൂര്യ എന്നീ തുടങ്ങിയവരാണ് പ്രധാനപ്പെട്ട വേഷങ്ങൾ വന്ന ഈ സിനിമ. ഇന്നും ആ സിനിമ കണ്ട് കഴിഞ്ഞവർക്ക് ഒരു സംശയമാണ്, ആരാണ് ഈ കീ റോളക്സ് എന്ന് പറഞ്ഞ കഥാപാത്രം ആരാണ്, എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും ഇന്നും ആൾക്കാർക്ക് ആർക്കും ഒരു വ്യക്തത വന്നിട്ടില്ല. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ അവതരിപ്പിച്ച് തരാൻ വേണ്ടി പോവുകയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ആരാണ് ഈ കീ റോളക്സ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം, എന്താണ്, എങ്ങനെയാണ് ഈ കഥാപാത്രത്തിൻ്റെ ഒരു പോക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതാ ആദ്യമേ റോളക്സ്. LCU സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനും ഏറ്റവും കൊടൂരമായ വില്ലനുമാണ് റോളക്സ്. ഇതിനെ വെല്ലുന്ന ഒരു വില്ലൻ വേറെ ഒന്നുമില്ല. അപ്പോൾ എന്താണ് ഈ കീ റോളക്സ്? കീ റോളക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോളക്സ് എന്ന് പറയുന്നത് ഒരു സിൻഡിക്കേറ്റ് ഡ്രഗ്സ് മാഫിയയുടെ തലവനാണ്. അദ്ദേഹമാണ് ഒരു ഡ്രഗ് മാഫിയനെ ഏറ്റവും വലുതായിട്ട് കൺട്രോൾ ചെയ്യുന്ന, ഡ്രഗ് ഡെലിവറി ചെയ്യുന്ന, ഡ്രഗ് സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്ന ആയിട്ടുള്ളൊരു തലവനാണ് റോളക്സ്. ഇദ്ദേഹത്തിൻ്റെ മനസാക്ഷി എന്ന് പറയുന്ന കാര്യമോ അല്ലെങ്കിൽ സിമ്പതി ഒന്നുമില്ല. അത്രയ്ക്ക് കൊടൂരമായ ഒരു ഇതിലാണ് റോളക്സ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം. ഈ റോളക്സിൻ്റെ വലം കൈയാണ് കീ റോളക്സ്. എന്തെങ്കിലും ഒരു ന്യൂസോ കാര്യങ്ങളോ റോളക്സിലേക്ക് എത്തണമെങ്കിലോ റോളക്സ് അറിയണമെങ്കിലോ ആര് മുഖാന്തരം പറ്റും? കീ റോളക്സ് മുഖാന്തരം പറ്റും. മറ്റ് ഡീലിങ്ങോ കാര്യങ്ങളോ എന്തായിരുന്നാലും അതിൽ നടക്കണമെങ്കിൽ റോളക്സ് മുഖാന്തരം നടക്കണമെങ്കിൽ അത് ഈ ഒരു കീ റോളക്സ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം മുഖാന്തരമേ റോളക്സിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റത്തുള്ളൂ. റോളക്സിൻ്റെ എല്ലാ ഒരു ഡെയിലി ഉള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതും ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ ഒരു റോളക്സിൻ്റെ വലങ്കൈ സ്റ്റാഫാണ് കീ റോളക്സ്. ഇനി ആരാണ് ഈ കീ റോളക്സ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒന്ന് രണ്ട് പേരെയൊക്കെ സംശയം തോന്നും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കീ റോളക്സ് ആളായിരിക്കത്തില്ല, ഇയാളായിരിക്കത്തില്ലെന്ന് പറയുമ്പോൾ ആദ്യമായി തന്നെ പറയാൻ വേണ്ടി പറ്റുന്നതാണ് ഒരു സംശയം എന്ന മുഖാന്തരം ഒരുപാട് പേര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഈ ഒരു കഥാപാത്രമാണ്. ഇത് ഫഹദ് ഫാസിലിൻ്റെ ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ ഒരു ഗ്യാങ്ങിലെ ഈ ഒരു പുതുതായിട്ടൊന്ന് ചാടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹമാണോ കീ റോളക്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു, അല്ലെങ്കിൽ അങ്ങനെയും ചിന്തിച്ച് നടക്കുന്ന ഒരു കൂട്ടമുണ്ട്. കാരണം ഇവരെ കൂടെ വന്ന് ചേരുമ്പോൾ ഇയാൾക്ക് അടഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇയാൾക്കൊന്നും അറിയത്തൊരു ഒരു 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 മണ്ടനെ പോലെ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഒരു ഒന്നും അറിഞ്ഞൂടാത്ത ഒരാളെ കണക്ക് അഭിനയിക്കുന്നു, പെരുമാറുന്നു, ബിഹേവ് ചെയ്യുന്നു. എന്നിട്ട് ചില സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമർ എന്ന് പറഞ്ഞ ഫഹദ് ഫാസിലിൻ്റെ കൂടെ നടന്നിട്ട് റോളക്സിന് മറ്റ് വിവരങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നു എന്നും പറഞ്ഞുള്ള ഒരു ഗോസിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അത് മുഖാന്തരം ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ചില ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ രഹസ്യമെന്ന രീതിക്ക് എന്തൊക്കെയോ വിവരങ്ങൾ ചെമ്പൻ വിനോദത്തിൻ്റെ കഥാപാത്രത്തിനോ അല്ലെങ്കിൽ വിജയ് സേതുപതിയുടെ മറ്റേ ഗ്യാങ്ങിലോ ആൾക്കാർക്ക് ചോർത്തി കൊടുക്കുന്നു എന്നുള്ള ഒരു തോന്നലും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു തെറ്റായ ചിന്തയാണ്. ഇദ്ദേഹമൊന്നുമല്ല കീ റോളക്സ് എന്ന് പറയുന്നത്, അത് മറ്റൊരു വ്യക്തിയാണ്. ഇനി എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ കീ റോളക്സ് എന്ന് പറയാൻ വേണ്ടിയുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹം ഇയാളുടെ ഒരു പ്രവൃത്തിയും കാലിനെ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ നോർമലി ഇത് അഭിനയിക്കുകയാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ആ ഒരു കാര്യം വെച്ചാണ് ഇദ്ദേഹമല്ലേ കീ റോളക്സ് എന്ന് തോന്നിപ്പോണത്. ശരിക്കും കീ റോളക്സ് ആരാണെന്ന് വെച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് കീ റോളക്സ്. കാരണം ഈ വിജയ് സേതുപതിക്ക് ആദ്യമായിട്ടൊരു ഫോൺ കോൾ വന്ന സമയത്താണ് നമ്മൾ കീ റോളക്സ് എന്ന പേര് ഇവിടെ കാണുന്നത്. ആ വോയിസ് നമ്മൾ ശ്രദ്ധിക്കുക. ആ വോയിസ് നമ്മൾ ശ്രദ്ധിക്കാൻ നേരത്ത് ഇച്ചിരി ഡേഞ്ചറുള്ള അല്ലെങ്കിൽ ഒരു ഡെവിലായിട്ടുള്ള ഒരു അത്യാവശ്യം ഒരു ഭയങ്കരമായ ഒരു വയലൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഭീഷണി സ്വരമാണ് കാണിക്കുന്നത്. അതും വെച്ച് ഇത് റോളക്സിൻ്റെ എൻട്രി കഴിഞ്ഞിട്ട് റോളക്സിനോട് ഇദ്ദേഹം വന്ന് സംസാരിക്കുന്ന ഒരു സമയത്ത് പോലും ഈ ഒരു ടോൺ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. റോളക്സിനടുത്ത് പറഞ്ഞ ഡയലോഗിൽ ഡെലിവറിക്ക് വരുന്ന ഒരു വോയിസും വിജയ് സേതുപതിയുടെ സന്തനം എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിന് വരുന്ന ഈ ഒരു ഫോൺ കോൾ എന്ന വോയിസും തമ്മിൽ നല്ല ഒരു മാച്ചിങ് ഉണ്ട്. അതുകൊണ്ട് 100% ഉറപ്പിച്ച് പറയാം ഇദ്ദേഹമാണ് കീ റോളക്സ്. ഈ കീ റോളക്സിനെയാണ് ഈ ഒരു റോളക്സ് എന്ന് പറഞ്ഞ കഥാപാത്രം തൻ്റെ അടുത്ത് ഒരു ആജ്ഞാപിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് പിടിക്കുന്ന ഇയാൾ തലയങ്ങ് വെട്ടിക്കളന്ന ഒരു സീൻ ആ സമയത്താണ്. അദ്ദേഹത്തിന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റാത്ത രീതിക്ക് ആ ഒരു കീ റോളക്സിൻ്റെ ഒരു തലയാണ് വെട്ടി കളയുന്നത്. ഇതാണ് കീ റോളക്സ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം. അദ്ദേഹത്തെയാണ് റോളക്സ് അവിടെ വെട്ടി വധിക്കപ്പെടുന്നത്. ഇതാണ് കീ റോളക്സ്. അപ്പോൾ ഇതാണ് മെയിനായിട്ടും വിക്രം സിനിമ കാണിച്ചിരുന്ന കീ റോളക്സ് എന്ന് പറയുന്ന കഥാപാത്രം എന്താണെന്നും അതിൻ്റെ ആയിട്ടുള്ള ഒരു എന്താണ് അത് ഉദ്ദേശിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വ്യക്തിത്വമല്ല, ഇതാണ് കീ റോളക്സ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം. റോളക്സിൻ്റെ വലങ്കയായിട്ട് നിൽക്കുന്ന ഒരു സിൻഡിക്കേറ്റിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡ്രഗ് സിൻഡിക്കേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇദ്ദേഹമാണ് കീ റോളക്സ്. ഓക്കെ, ഇത്ര പറയാൻ വേണ്ടി പറ്റും. ഇതാണ് കീ റോളക്സ് എന്ന് പറഞ്ഞ ഒരു യഥാർത്ഥ ഒരു സംഭവം കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു സംശയമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കീ റോളക്സ് ആരെന്നുള്ള കുറിച്ച്
ഫേക്ക് ന്യൂമർസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പല യൂട്യൂബിലൊക്കെ പോയി നോക്കി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാരുണ്ട് കീ റോളക്സ് ആണെന്ന് പറയാമെന്ന് പറഞ്ഞു നിന്നിട്ട് അത് മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു തെളിവില്ലാണ്ട് നിർത്തുന്ന രീതിക്കുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്. സോ ഇതാണ് കീ റോളക്സ് കഥാപാത്രം, അദ്ദേഹത്തിനെ പറ്റിയ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇത്ര പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ മറ്റു സിനിമയുടെ ഇഷ്ടം വന്നിരിക്കും. ദിസ് പ്രണവ് സൈനിങ്. ബൈ. ഓക്കെ.